കോങ്ങാട് MLA കെ ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമം. ഇന്നലെ പുലർച്ചെ മുതൽ 2 മണിക്കൂർ തട്ടിപ്പ് സംഘം ഫോണിൽ സംസാരിച്ചു. കുഴൽമന്ദം പോലീസിൽ പരാതി നൽകി. ആക്ച്വലി ഞാൻ ഇന്നലെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എനിക്ക് നോർമൽ കോൾ വന്നു. അപ്പോൾ നോർമൽ കോൾ അറ്റൻഡ് ചെയ്തു. അന്നേരം ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. പിന്നീട് അവർ സ്വയം പരിചയപ്പെടുത്തി, ഇങ്ങനെ ATS നിന്നാണ്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ മുംബൈയിൽ ഒരു ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ. അപ്പോൾ ആ നമ്പർ പിന്നെ പരിശോധിച്ച സമയത്ത് പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ഒരു പ്രതി അവരുടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിങ്ങളുടെ പേരിൽ ഈ നമ്പർ, വേറൊരു നമ്പർ പറഞ്ഞായിരുന്നു അവർ. ആ നമ്പർ ഇതാണ് 9221335467. ഈ നമ്പറിലാണ് നിങ്ങളുടെ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതി ഉപയോഗിച്ചത് കെ ശാന്തകുമാരിയുടെ ഫോണാണെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. തട്ടിപ്പ് സംഘം വിളിച്ചപ്പോൾ ആശങ്കയിലായെന്ന് കോങ്ങാട് MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പാർട്ടി പ്രതിസന്ധിയിലാകുമെന്ന് കരുതി. മണിക്കൂറുകളോളം തട്ടിപ്പ് സംഘം ഫോണിൽ സംസാരിച്ചു. പെഹൽഗാം ആക്രമണത്തിൽ തീവ്രവാദികൾ തന്റെ സിം കാർഡ് ഉപയോഗിച്ചതായാണ് പറഞ്ഞത്. ബോംബ് സ്ഫോടനത്തിന് തന്റെ പേരിൽ കാനറ ബാങ്ക് അക്കൗണ്ട് രൂപീകരിച്ചതായും പറഞ്ഞു. ആദ്യം എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്ക് പാനിക്കാവാൻ കാരണം എന്താ വെച്ചാൽ ഒരു ഇലക്ഷൻ നിൽക്കുകയാണ്. ഈ എന്താണ് പാകിസ്ഥാൻ ചാരനായിട്ടുള്ള ഒരാൾ എൻ്റെ അക്കൗണ്ട് വഴി അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഞാൻ എൻ്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പാനിക്കായി. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. കാരണം ഇത് പാർട്ടിയെ ബാധിക്കും, എങ്ങനെയാണ് അതൊന്ന് അറിയണമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ അയാൾ പറഞ്ഞു, നിങ്ങൾ പിന്നെ ഇതിൻ്റെ സമൻസ് കൈപ്പറ്റണം, ഡയറക്റ്റ്ലി യു കം ടു ദി പൈസ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല, ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇനി അവസാനം എൻ്റെ നമ്പർ ആധാർ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. പക്ഷേ എനിക്ക് പിന്നീടാണ് ഫീൽ ചെയ്തത്. അപ്പോഴത്തേക്കും ആധാർ നമ്പർ കൊടുത്തു. ആധാർ നമ്പർ ഞാൻ കൊടുത്തു. ആധാർ നമ്പർ കൊടുത്തു. അപ്പോൾ അയാൾ ഇത് കറക്റ്റല്ലേ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും വന്നിട്ട് പറഞ്ഞു അത് എടുക്കണ്ട, അത് കട്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഞാനത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഒരു 3-4 തവണ അയാൾ എന്നെ തിരിച്ചു വിളിച്ചു. വീണ്ടും വീഡിയോ കോൾ ചെയ്ത ശേഷം അതിലൊരു മെസ്സേജ് എടുക്കുമ്പോൾ ഫോൺ എടുത്തില്ല. മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പറഞ്ഞത് മാഡം കോൾ അതർവൈസ് വി വിൽ ടേക്ക് ആക്ഷൻ എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു. അതെ നത്തിങ് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആക്ഷൻ എടുക്കുന്നുള്ള ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള വാർത്തകൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഏതാണ്ട് ഒരു ഘട്ടമായപ്പോൾ എനിക്ക് പിടികിട്ടിയത് ഫേക്കാണ്. പക്ഷേ ഞാൻ MLA എന്ന നിലയിൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ നമ്മുടെ ജനറൽ പബ്ലിക്കിൻ്റെ ഒരു വിഷയം ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ഇത് അറിയട്ടെ എന്ന നിലയിലാണ് സ്റ്റേ ചെയ്തത്. അന്വേഷിക്കേണ്ടത് ഇന്നലെ തന്നെ. പിന്നെ അപ്പോഴത്തേക്കും കുഴമ്പന്നം പോലീസിൻ്റെ ടീം ഇവിടെ എത്തി. ഞാൻ അവരോട് ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തു. ശേഷം ഞാൻ പരാതി കൊടുത്തു. സൈബർ സെല്ലിലെ CIO വിളിച്ച് സംസാരിച്ചു. പരാതി കൊടുത്തു. പരാതി ഇപ്പോൾ അവർ ആക്ഷൻ വേണ്ടി അല്ല ഇന്ന് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ നമുക്ക് മെസ്സേജ് വഴി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നലെ തന്നെ അത് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഉണ്ടായത്. അപ്പോൾ വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് സംഘത്തിൽ മലയാളിയുമുണ്ടെന്ന് കെ ശാന്തകുമാരി പറഞ്ഞു. ഏറെ നേരം ആശങ്കയിലായെന്നും MLA അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.